റമളാന്റെ വരവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഈമാനാണ്. റമളാൻ തീർന്നു കിട്ടുന്നതിന് സന്തോഷിക്കുക എന്ന് പറയുന്നത് നിഫാഖാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം 2 മാസം റമളാൻ ഉണ്ടാകണം എന്നല്ല. റമളാൻ തീരുമ്പോഴുള്ള ആ ഒരു വിഷമം അത് മൂമിനിന്റെ ഖൽബിൽ നിന്നുണ്ടാകുന്നതാണ്. ഏതായാലും നമ്മൾ ദ്വാരുന്നാലും ദ്വാരുന്നില്ല എങ്കിലും അല്ലാഹു തആല എല്ലാ വർഷവും പറഞ്ഞേക്കുന്ന എല്ലാ പ്രൗഢിയോടും കൂടെ പരിശുദ്ധമായ റമളാനെ ഈ പ്രാവശ്യവും നമ്മളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്നലെ തറാവീഹിന്റെ ശേഷം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ തറാവീഹിന് നമ്മുടെ ഈ പള്ളിയിൽ എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ മറ്റു പരിസരത്തുള്ള പള്ളികളിലൊക്കെ കൂടിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി പറയാണ്, അദ്ദേഹം പറയാണ്, ഖാല ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ ഹൗലാഇൽ കലിമാത്ത്. പരിശുദ്ധമായ റമളാൻ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. റസൂലുള്ള ചൊല്ലിത്തരാ എന്നല്ല പറഞ്ഞത്, ഞങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. ഹൗലാഇൽ കലിമാത്ത് ഇദാ ജാഅ റമളാൻ. റമളാൻ വന്നാൽ ഇനി പറയുന്ന കലിമത്തുകളെ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് ചൊല്ലി പഠിപ്പിച്ചിരുന്നു. എന്താണ്? മഹാനവറുകൾ തുടരുന്നു, അയ്യഖൂല അഹദുനാ, ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരും പറയണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിരുന്നു. എന്ത്? അല്ലാഹുമ്മ സല്ലിംനി മിൻ റമളാൻ വസല്ലിം റമളാന ലീ വതസല്ലംഹു മിന്നി മുതഖബ്ബലാ. ഇന്നലെ തറാവീഹിന്റെ ശേഷം ഞാനിത് പറഞ്ഞു. ഞങ്ങൾ കൂടിയവരെല്ലാവരും കൂടെ ചൊല്ലി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു തവണ നമുക്കും ചൊല്ലാം. അള്ളാന്റെ ഹബീബ് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു. റസൂലുള്ള ചൊല്ലിയത്, സഹാബാക്കൾ ഏറ്റു ചൊല്ലിയത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് വിശുദ്ധ റമളാനിലെ 2ാമത്തെ നോമ്പ് നോറ്റ് വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചിട്ട് നമ്മൾ പടച്ചവനോട് ഈ കലിമത്തിലൂടെ ദ്വാരക്കുന്നത് എന്താണ്? അള്ളാഹിനോട് നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുമ്മ പടച്ചോനെ സല്ലിംനി മിൻ റമളാന, സല്ലിംനി മിൻ റമളാന, റമളാനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാല് എനിക്ക് റമളാൻ വേണ്ട എന്നല്ല, റമളാൻ എനിക്ക് കേടായി സാക്ഷി പറയുന്ന ഒരവസ്ഥ വരാതെ എന്നെ രക്ഷപ്പെടുത്തണേ. വസല്ലിം റമളാന ലീ, റമളാനെ എനിക്ക് അനുകൂലമാക്കി എനിക്കൊരു സലാമത്ത് നീ തരണേ. വതസല്ലംഹു മിന്നി മുതഖബ്ബലാ, ഈ പരിശുദ്ധമായ റമളാനെ എന്നിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നീ ഏറ്റെടുക്കണേ എന്നർത്ഥം വരുന്ന ഈ കലിമത്തുകള് ഞങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നു, ചൊല്ലിപ്പിച്ചിരുന്നു. നമുക്കും ആ പരിശുദ്ധമായ കലിമത്തുകളെ ഏറ്റുചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലിംനി മിൻ റമളാൻ വസല്ലിം റമളാന ലീ വതസല്ലംഹു മിന്നി മുതഖബ്ബലാ. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. റമളാൻ മാസമായത് തൊട്ട് നമ്മൾ ദ്വാരക്കുന്നവരാണ്, ദുആ കേൾക്കുന്നവരാണ്. ഏത് ദുആ? അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹറ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. എന്താ ഈ ദുആഇന്റെ പൊരുള്? ആരാ ഈ ദുആ നമുക്ക് പകർന്നു തന്നത്? പൂർവികരായ മഹത്തുക്കളൊക്കെ പ്രാർത്ഥിച്ചതാണ്. പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് എന്താണ്? ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് അനുകൂലമാക്കി തരണേ, പ്രതികൂലമാക്കല്ല അല്ലാ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ ഒരു സാക്ഷിയായി ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ ഈ റമളാൻ ഞങ്ങൾക്ക് ഹുജ്ജത്തായി തീരണം. ഈ റമളാൻ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലാകണം. റമളാൻ ഞങ്ങൾക്ക് എതിരായി നിന്റെ മുമ്പിൽ വാദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ആ ദുആയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആലോചിക്കാം,
നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരികയാണെന്ന് സങ്കല്പിക്കുക. നമ്മളെ മോളെ കെട്ടിച്ചോടത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ബന്ധത്തിൽ നിന്ന് ഒരു അതിഥി വന്നാൽ നമുക്കും വീട്ടുകാർക്കും ഒരേപോലെ വെപ്രാളാണ്. കാരണം നല്ല നിലക്ക് മാന്യമായി സൽക്കരിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനാവശ്യമായതൊക്കെ നമ്മൾ ഒരുക്കി കൂട്ടുന്നു. എല്ലാം ചെയ്ത് സന്തോഷത്തോടുകൂടെ അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ അദ്ദേഹം ഒരുപക്ഷെ ഞാനായിരിക്കാം, അല്ലെങ്കിൽ ഇരിക്കുന്ന നമ്മളാരെങ്കിലും ആയിരിക്കാം. നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് ചെന്നിട്ട് തിരിച്ച് നമ്മളെ വരിക്ക് വരുമ്പോ നമ്മളെ പെരക്കാർക്കുണ്ട് ഒരു ചോദ്യം, എങ്ങനെ ഉണ്ടായിനി, എന്തൊക്കെ ഉണ്ടായിനി, ചോറ് എത്ര ഉണ്ടായിനി, ജ്യൂസ് ഏതേനി, ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഞമ്മക്ക് ആ പോയോടത്തുനിന്ന് കിട്ടിയതൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയും, ഒന്നും തൊള്ളേക്ക് വെക്കാൻ വയ്യ, ഒരു മനുഷ്യനെ കാണാത്ത സൈസുകള്. ഇങ്ങനെ തുടങ്ങി കുറ്റം പറഞ്ഞ് നമ്മൾ വല്ലാണ്ട് ഒഴിവാകും. അതേസമയം നമുക്ക് നല്ല സ്വീകരണവും സൽക്കാരവും കിട്ടി, ഫുഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് എങ്കിൽ അവരെ പുകഴ്ത്തി പറയാൻ 100 നാവായിരിക്കും. ഇത് നമ്മളെല്ലാവരും സ്വഭാവമാണ്. ഇതേ അവസ്ഥയാണ് റമളാനിനുള്ളത് കേട്ടോ. റമളാന് വിരുന്നുകാരനായിട്ട് വന്നതാ. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 30 അല്ലെങ്കിൽ 29, ഒരു മാസക്കാലം വിരുന്നുകാരനായി റമളാൻ ഇനി നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും. പോണില്ലത് അമ്മായി വിരുന്നെന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും പോകാതായപ്പോ അമ്മായിക്ക് തന്നെ പണി, പോണില്ലെന്ന് ഒരു പക്ഷെ നമ്മൾ പറയും. റമളാനെ പറ്റി പോണില്ല എന്ന് പറഞ്ഞിട്ട് പോവില്ല. 1 മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ആ 1 മാസം കഴിഞ്ഞിട്ട് വിരുന്നുകാരനാകുന്ന റമളാൻ പറഞ്ഞയച്ച റബ്ബിങ്കലേക്കാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ റബ്ബ് ചോദിക്കും, എങ്ങനെ ഉണ്ടായിനി? നമ്മൾ പോയി വന്ന അമ്മാനോട് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചതുപോലെ അള്ള റമളാനോട് ചോദിക്കും. താഴെ ചെനക്ക് പോയിട്ട്, അല്ലെങ്കിൽ തിരൂരങ്ങാടി പോയിട്ട്, അല്ലെങ്കിൽ ഇന്നോന്റെ പെരി പോയിട്ട് എങ്ങനെ ഉണ്ടായിനി? റമളാൻ നമുക്ക് അനുകൂലമായി പറയണം. അല്ലാഹു നമുക്ക് ഷാഹിദാക്കി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയല്ല, ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. റമളാൻ മാസം, 1 മാസക്കാലം റമളാൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമുക്കെതിരെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയാ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല കേട്ടോ. അല്ലാഹു നമുക്ക് റമളാനെ ആദരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു തആല നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. ആ നിർദ്ദേശത്തെ വിശദീകരിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം, ആ വിശേഷിപ്പിച്ച പാഠങ്ങൾ ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. റമളാനിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ എന്താ, നോമ്പായാലും നോമ്പ് വലിക്കണം, തറാവീസ്കരിക്കണം, ഇങ്ങനെ ഒരു വെപ്പില് നമ്മളങ്ങനെ ഒരു ഒഴുക്കം മട്ടത്തിൽ പോരാ. റമളാനുമായി ബന്ധപ്പെട്ട് എത്ര ഇബാദത്തുകളുണ്ട്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഇബാദത്തുകൾ എത്രയുണ്ട്. ഒന്ന് നോമ്പെടുക്കൽ തന്നെ നിർബന്ധമാണ്, ഫർളാണ് ആ കാര്യം. നമുക്ക് അല്ലാഹു കൂടുതൽ തൗഫീഖ് ഏറ്റിത്തരുമാറാവട്ടെ. ഈ നോമ്പ് എന്ന് പറയുന്നത് കേവലം ഒരു വിശപ്പോ ദാഹമോ സഹിച്ചുകൊണ്ട് സമയം തള്ളി നീക്കലല്ല. ഇന്ന് ഖുതുബയിൽ പറഞ്ഞു കേൾപ്പിച്ചതുപോലെ എത്രയെത്ര വിശന്ന് നടക്കുന്ന മനുഷ്യന്മാരാ. അവന്റെ ഉള്ള് കത്തിക്കാളുകയാണ്, അവൻ ആ കത്തിക്കാളിച്ചുണ്ടാക്കി. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരാ ഖുതുബയിൽ ചോദിക്കാം. എത്രയെത്ര നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അവന്റെ സമയം അവൻ നീട്ടാണ്. 1 മണിക്കൂറോളം ഓൻ തറാവീഹും വിത്തുറെല്ലാം കൂടെ ആയിട്ട് കഴിച്ചു കൂട്ടാണ്. പക്ഷെ ഉള്ളിക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ എത്രയെത്ര ആൾക്കാരാണ്. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ഒരു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നില്ല. അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് തരും. ചോദിച്ച് വാങ്ങണം. ഇഖ്ലാസ് എന്ന് പറയുന്നത് റബ്ബ് ഔദാര്യമായി നൽകുന്ന ഒന്നാണ്. മറ്റുള്ളതൊക്കെ കുറെ കാട്ടിക്കൂട്ടലുകളാണ് എന്ന് കരുതി എനിക്ക് ഇനി ഇതിലൊന്നും ഇഖ്ലാസ് ഉണ്ടാവൂല, അതുകൊണ്ട് ഞാൻ ഈ ബൈക്കില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാൻ പാടില്ല.
കുറെ നമ്മൾ അങ്ങ് ചെയ്യുമ്പോ പിന്നീട് ഇഖ്ലാസ് നമുക്ക് അല്ലാഹു തആല തരും, അല്ലാഹു നൽകുമാറാവട്ടെ. ഒരൊറ്റ നോമ്പ്, 30-ൽ നിന്ന് ഒരു നോമ്പ് ആത്മാർത്ഥമായി റബ്ബങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, റമളാനിലെ നോമ്പല്ലാത്ത സാധാ നോമ്പിനെ കുറിച്ച് തന്നെ മുത്തുനബി പറഞ്ഞതെന്താ? അല്ലാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഅദഹുല്ലാഹു അനിന്നാരി, നരകത്തെ തൊട്ട് അല്ലാഹു തആല ആ നോമ്പുകാരനെ അകറ്റും 70 ഖരീഫ. എത്രയാണ് അതിന്റെ അകലമെന്ന് നമുക്കാർക്കും അറിയില്ല. നരകത്തിൽ നിന്ന് ബഹുദൂരം എന്നൊറ്റ വാക്കിൽ പറയാം. അത്രയും അകലത്തിലേക്ക് ഈ മനുഷ്യനെ ആക്കുന്നു പറഞ്ഞാൽ, നോമ്പ് നോറ്റത് കൊണ്ട് അയാൾക്ക് നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമ്മളെ നോമ്പ് കബൂലാക്കുമാറാവട്ടെ. അങ്ങനത്തെ ഒരു നോമ്പായിരിക്കണം. ആ നോമ്പ് നോൽക്കുമ്പോ നിയ്യത്ത് മുതൽ ശ്രദ്ധിക്കണം. വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയങ്ങള് ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹ് പറഞ്ഞില്ലേ, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാ, ബാക്കിയുള്ളത് പിന്നെ പള്ളിക്കലെ മൂലർക്കുള്ളതാ, മുത്തുനബിക്കുള്ളതാ? അല്ല, എല്ലാം ഉമ്മാക്കും വാപ്പാക്കും വേറുള്ളവർക്കുള്ളതല്ല, എല്ലാം അള്ളാഹുവിനുള്ളതാണ്. നിസ്കാരം ഒരാൾ നിർവഹിക്കുമ്പോ കണ്ടാ പറയും, ഓ നിസ്കരിക്കാണ്. ഒരാൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ ഓ ഹജ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ ഹജ്ജിന് പോയതാണ്, ഇതൊക്കെ നമ്മൾ പറയും. അതേ സമയം ഒരാള് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു, അയാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ ആർക്കും അറിയില്ല. പടച്ചോൻ പറയണ എനിക്കേ അറിയുള്ളൂ എന്ന് അല്ലാഹ് പറഞ്ഞതിന് വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരും. എനിക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും നോൽക്കുന്ന നോമ്പ് ഒരു പക്ഷേ അള്ളാഹു അറിയുന്ന നോമ്പാവൂല. അള്ളാഹു അറിയുന്ന നോമ്പാവൂല മീൻസ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന നോമ്പാവൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മാന്റെ മുമ്പില്, ഭാര്യന്റെ മുമ്പില്, കുട്ടികളുടെ മുമ്പില്, വാപ്പാന്റെ മുമ്പിൽ നമ്മൾ നോമ്പുകാരാണ്. പക്ഷെ പടച്ചോനാണ്ട് എടുത്തെങ്കിലല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. നിരാശപ്പെടാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോ അള്ളാഹു ഇങ്ങനെയൊക്കെയാണോ അള്ളാഹു ആലോചിക്കാൻ പാടില്ല. നമ്മൾ ചോദിക്കുന്നത് പോലെ നമുക്കെല്ലാം തരും. എല്ലാ നിലക്കും നമ്മോട് അല്ലാഹു തആല വലിയ കൃപയിലാണുള്ളത്. ഈ റമളാന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഹദീസിലുള്ളതല്ലേ. ഇപ്പോഴും നമ്മൾ ചൊല്ലിയില്ല അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. 3 വട്ടം എല്ലാ നിസ്കാര ശേഷവും നമ്മളത് ദുആന്റെ ശേഷം ചൊല്ലുന്നു. 3-ൽ നിർത്തരുതട്ടോ, നമ്മൾ കൂടുതൽ ചൊല്ലുക. പള്ളിയിൽ നിന്ന് ദുആന്റെ ശേഷക്കാകുമ്പോ പിന്നെ ഈ 3 4-മത്തെ ചൊല്ലിയാല് ആ ചൊല്ലിയ മൂലേരെ പുറത്താക്കൊന്നും വേണ്ട. ആ ചൊല്ലിയത് വലിയൊരു സബഉൽ മുബിഖാത്തായി നമ്മൾ കാണും വേണ്ട. നമ്മൾ ഇഷ്ടം പോലെ ചൊല്ലണം. കാരണം കിതാബിന്റെ ഭാഷയിൽ ഏതിനും ഒരു അദ്നൽ കമാല് എന്നൊരു പരിധി വെച്ചിട്ടുണ്ട്. പൂർണ്ണതയുടെ താഴെ പടി. ആ നിലക്കാണ് 3 വട്ടം അവിടെ അല്ലാഹുമ്മ റഹ്മനി ചൊല്ലുന്നത്. അപ്പോ പറഞ്ഞു വന്നത്, ഈ റമളാനിലെ റഹ്മത്തിന്റെ 10, കാരുണ്യത്തിന്റെ 10 ശരിക്ക് ചോദിക്കട്ടോ. ഇപ്പൊ തന്നെ എത്ര കഴിഞ്ഞു? 1 പൂർണ്ണമായിട്ട് കഴിഞ്ഞു, 2ന്റെ 1.5 കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ട് തീരും, പെട്ടെന്ന് തീരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ 10 നല്ലോണം ചോദിക്കാൻ. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വിശാലമാണ്. ഞാൻ എത്ര കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിലും എന്റെ പാപത്തെക്കാൾ റബ്ബിന്റെ റഹ്മത്താണ് വലുത്. ഈ ഒരു നിറഞ്ഞ മനസ്സോടുകൂടെ അള്ളാഹുവിനോട് ചോദിച്ചവനെ അള്ളാഹു തട്ടൂല. അള്ളാഹ് ചോദിച്ചവർക്കൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. ചിലപ്പോ എന്താവും, ദേശം വൈകുന്നുള്ളൂ. ഉത്തരം കിട്ടാൻ കുറച്ച് വൈകും. അത് വൈകുന്നതും അള്ളാഹു ഒന്ന് പരിശോധിക്കാണ്, ഇവൻ എങ്ങനെ ചോദ്യം നിർത്തുന്നുണ്ടോ അല്ല. അതേസമയം നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മളടുത്തേക്ക് രാവിലെ തന്നെ ഒരാൾ വന്നു, ഓന്റെ എന്തോ ഒരു പ്രശ്നം പറയാന്, ആയിക്കോട്ടെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇതിനെ കുറിച്ച് പഠിക്കട്ടെ. നമ്മൾ വിട്ടു. 2 ദിവസം കഴിയാൻ കാത്തിക്ക, ഓൻ വരും. ആ നേരം കണക്കാക്കി ഓൻ വരും. ഉള്ള ചങ്ങായി വരുന്നുണ്ടല്ലോ നമ്മളെ മനസ്സിൽ തോന്നുക. ഏതായാലും ഓനോട് വന്നിട്ട് ഞാനിനി മൂപ്പരോട് ആചാര്യറ്റും കൂടി ഒന്ന് സംസാരിക്കട്ടെ. മൂപ്പരെ തിരക്കൊക്കെ എനിക്കും അറിയാല എന്ന് പറഞ്ഞ അപ്പോഴും പറഞ്ഞയച്ചു.
മൂന്നാമത്തെ ദിവസം വരുമ്പോഴേക്ക് ഇവനോട് നമ്മൾ ചൂടാകുകയാണ്. എനിക്കിപ്പോ തന്നെ പണി, വേറെ എനിക്ക് എന്തെല്ലാം സംഗതികളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചൂടാകുകയാണ്. ഇതാണ് മനുഷ്യരായ നമ്മുടെ സ്ഥിതി. അതേസമയം പടച്ചോൻ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയണത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫി ദുആ.